ശബരിമല വിമാനത്താവളത്തിന് വൻ തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കൽ ഹൈക്കോടതി റദ്ദാക്കി. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. എന്തിനാണ് ഇത്രയധികം ഭൂമി എന്ന് ചോദിച്ച് ഹൈക്കോടതി ശബരിമല വിമാനത്താവള വിജ്ഞാപനം റദ്ദാക്കിയത് സർക്കാരിന് വലിയ തിരിച്ചടിയായി. ഇതിനിടെ പത്തനംതിട്ടയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് 7 മാസമായി ശമ്പളമില്ല. ജയിൽ ഡിഐജിയുടെ അക്കൗണ്ടിൽ 1.5 കോടി രൂപ എത്തിയതിൽ വിജിലൻസ് അന്വേഷണവും തുടങ്ങി. TP കേസ് പ്രതികളായ ഷാഫിക്കും ഷിനോജിനും വീണ്ടും പരോൾ നൽകിയതിനെതിരെ കെ രമ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. പെരിന്തൽമണ്ണയിൽ ലീഗ് ഓഫീസിന് നേരെ കല്ലേറ്, ഇന്ന് UDF ഹർത്താൽ. കൊല്ലത്ത് SIയെ ഭീഷണിപ്പെടുത്തിയ മുൻ CPM കൗൺസിലർക്കെതിരെ കേസ്. KSRTC ഡ്രൈവറെ തടഞ്ഞ കേസിൽ ആര്യയ്ക്കും സച്ചിനും വീണ്ടും നോട്ടീസ്. സത്യപ്രതിജ്ഞ ചടങ്ങുകളും വിവാദങ്ങളിൽ നിറഞ്ഞു. തിരുവനന്തപുരത്ത് ഗണഗീതവും ഇരിട്ടിയിൽ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കവും ചർച്ചയായി. ഇനി മുതൽ തദ്ദേശ ചർച്ചകൾ K-സ്മാർട്ടിലൂടെ ജനങ്ങളറിയും. പനമരത്ത് കോളറ പടർന്ന് ഒരാൾ മരിച്ചു. കരോൾ സംഘത്തെ ആക്രമിച്ച കേസിൽ RSS പ്രവർത്തകൻ അറസ്റ്റിലായി. രാം നാരായൺ ഭയ്യാലിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ബേപ്പൂരിൽ PV അൻവറിന് സ്വാഗതമോദി സ്രെക്സുകൾ. വെളിയനാട് ബ്ലോക്കിൽ മുന്നണികൾ BDJS പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഇതിനിടെ ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമായി. അടുത്ത വർഷം മുതൽ അങ്കണവാടികൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകും. ഈ വാർത്തകളിൽ നിങ്ങൾക്ക് എന്തു തോന്നി? കമന്റ് ചെയ്യൂ. ശുഭദിനം.